യോബിന്റെ പുസ്തകം 21 അധ്യായം. അതിന് യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, എന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പിൻ, അത് നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ. നിൽപ്പിൻ, ഞാനും സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് പരിഹസിക്കാം. ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ? എന്റെ ക്ഷമ അറ്റുപോകാതിരിക്കുന്നത് എങ്ങനെ? എന്നെ നോക്കി ഭ്രമിച്ചു പോകുവിൻ, കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുവിൻ. ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു, എന്റെ ദേഹത്തിന് വിറയൽ പിടിക്കുന്നു. ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വാർദ്ധക്യം പ്രാപിക്കുകയും അവർക്ക് ബലം വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്ത്? അവരുടെ സന്താനം അവരോടുകൂടെ അവരുടെ മുമ്പിലും അവരുടെ വംശം അവർ കാണുകയും ഉറച്ചു നിൽക്കുന്നു. അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കുന്നു. ദൈവത്തിന്റെ വടി അവരുടെ മേൽ വരുന്നതുമില്ല. അവരുടെ കാള ഇണചേരുന്നു, നിഷ്ഫലമാകുന്നില്ല. അവരുടെ പശു കിടാവിടുന്നു, കരു അഴിയുന്നതുമില്ല. അവർ കുഞ്ഞുങ്ങളെ ആട്ടിൻകൂട്ടത്തെ പോലെ പുറത്തയക്കുന്നു. അവരുടെ പൈതങ്ങൾ നൃത്തം ചെയ്യുന്നു. അവർ തപ്പോടും കിന്നരത്തോടും കൂടെ പാടുന്നു. കുഴലിന്റെ നാദത്തിങ്കൽ സന്തോഷിക്കുന്നു. അവർ സുഖമായി നാൾ കഴിക്കുന്നു. മാത്രകൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. അവർ ദൈവത്തോട്, ഞങ്ങളെ വിട്ടുപോക, നിന്റെ വഴികളെ അറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവനാർ? അവനോട് പ്രാർത്ഥിച്ചാൽ എന്തു പ്രയോജനം എന്നു പറയുന്നു. എന്നാൽ അവരുടെ ഭാഗ്യം അവർക്ക് കൈവശമല്ല. ദുഷ്ടന്മാരുടെ ആലോചന എന്നോട് അകന്നിരിക്കുന്നു. ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകുന്നതും അവർക്ക് ആപത്ത് വരുന്നതും ദൈവം കോപത്തിൽ കഷ്ടങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നതും എത്ര പ്രാവശ്യം! അവർ കാറ്റിന് മുമ്പിൽ താളടി പോലെയും കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയുമാകുന്നു. ദൈവം അവന്റെ അകൃത്യം അവന്റെ മക്കൾക്കായി സംഗ്രഹിച്ചു വയ്ക്കുന്നു. അവനത് അനുഭവിക്കേണ്ടതിന് അവന് തന്നെ പകരം കൊടുക്കട്ടെ. അവന്റെ സ്വന്തം കണ്ണ് അവന്റെ നാശം കാണട്ടെ. അവൻ തന്റെ സർവശക്തന്റെ ക്രോധം കുടിക്കട്ടെ. അവന്റെ മാംസങ്ങളുടെ സംഖ്യ അറ്റുപോയാൽ തന്റെ ശേഷം തന്റെ ഭവനത്തോട് അവൻ എന്തു താല്പര്യം? ആരെങ്കിലും ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുമോ? അവൻ ഉന്നതന്മാരെ ന്യായം വിധിക്കുന്നുവല്ലോ. ഒരുത്തൻ കേവലം സ്വൈര്യവും സ്വസ്ഥവുമായിരിക്കുന്നതായി തന്റെ പൂർണ്ണക്ഷേമത്തിൽ മരിക്കുന്നു. അവന്റെ തൊട്ടികൾ പാലുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവന്റെ അസ്ഥികളിലെ മജ്ജ അയഞ്ഞിരിക്കുന്നു. മറ്റൊരുത്തൻ മനോവ്യസനത്തോടെ മരിക്കുന്നു. നന്മയൊന്നും അനുഭവിപ്പാൻ ഇടവരുന്നതുമില്ല. അവർ ഒരുപോലെ പൊടിയിൽ കിടക്കുന്നു. കൃമി അവരെ മൂടുന്നു. ഞാൻ നിങ്ങളുടെ വിചാരങ്ങളെയും നിങ്ങൾ എൻ്റെ നേരെ നിരൂപിക്കുന്ന ഉപായങ്ങളെയും അറിയുന്നു. പ്രഭുവിന്റെ ഭവനം എവിടെ? ദുഷ്ടന്മാർ പാർത്ത കൂടാരം എവിടെ എന്നല്ലോ നിങ്ങൾ പറയുന്നത്. വഴിപോക്കരോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലയോ? അവരുടെ അടയാളങ്ങളെ അറിയുന്നില്ലയോ? അനർത്ഥ ദിവസത്തിൽ ദുഷ്ടൻ ഒഴിഞ്ഞു പോകുന്നു. ക്രോധ ദിവസത്തിൽ അവർക്ക് വിടുതൽ കിട്ടുന്നു. അവന്റെ നടപ്പിനെക്കുറിച്ച് ആർ അവന്റെ മുഖത്ത് നോക്കി പറയും? അവൻ ചെയ്തതിന് തക്കവണ്ണം ആർ അവന് പകരം വീട്ടും? എന്നാലും അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ കല്ലറയ്ക്കൽ കാവൽ നിൽക്കുന്നു. താഴ്വരയിലെ കട്ട അവന് മധുരമായിരിക്കും. അവന്റെ പിന്നാലെ സകല മനുഷ്യരും ചെല്ലും. അവന് മുമ്പേ പോയവർക്ക് എണ്ണമില്ല. നിങ്ങൾ വൃഥാ എന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ? നിങ്ങളുടെ ഉത്തരങ്ങളിൽ കപടം ഉണ്ടല്ലോ. പുസ്തകം 22 അധ്യായം. അതിന് തേമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, മനുഷ്യൻ ദൈവത്തിന് ഉപകാരയായി വരുമോ? ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കുകയുള്ളൂ. നീ നീതിമാനാകിയാൽ സർവശക്തന് പ്രയോജനമുണ്ടോ? നീ നിഷ്കളങ്കനായി നടക്കുന്നതിനാൽ അവന് ലാഭമുണ്ടോ? നിന്റെ ഭക്തി നിമിത്തമോ അവൻ നിന്നെ ശാസിക്കുകയും നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തുകയും ചെയ്യുന്നത്? നിന്റെ ദുഷ്ടത വലിയതല്ലയോ? നിന്റെ അകൃത്യങ്ങൾക്ക് അന്തവുമില്ല. നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി നഗ്നന്മാരുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തിരിക്കുന്നു. ക്ഷീണിച്ചവന് നീ വെള്ളം കൊടുത്തില്ല. വിശന്നവന് നീ ആഹാരം മുടക്കിക്കളഞ്ഞു. കയ്യൂറ്റക്കാരനെ ദേശം കൈവശമായി. മാന്യനായവൻ അതിൽ പാർത്തു. വിധവമാരെ നീ വെറും കൈയായി അയച്ചു. അനാഥന്മാരുടെ ഭുജങ്ങളെ നീ ഒടിച്ചു കളഞ്ഞു. അതുകൊണ്ട് നിന്റെ ചുറ്റും കെണികൾ ഇരിക്കട്ടെ. പെട്ടെന്ന് ഭയം നിന്നെ ഭ്രമിപ്പിക്കുന്നു. അല്ല, നീ അന്ധകാരത്തെയും നിന്നെ മൂടുന്ന പെരുവെള്ളത്തെയും കാണുന്നില്ലയോ? ദൈവം സ്വർഗോന്നതങ്ങളിൽ ഇല്ലയോ? നക്ഷത്രങ്ങൾ എത്ര ഉയർന്നിരിക്കുന്നു എന്ന് നോക്കുക. എന്നാൽ നീ ദൈവം എന്തറിയുന്നു? കൂരിരുട്ടിൽ അവൻ ന്യായം വിധിക്കുമോ? കാണാതെ വണ്ണം മേഘങ്ങൾ അവന് മറ ആയിരിക്കുന്നു. ആകാശമണ്ഡലത്തിൽ അവൻ ഉലാവുന്നു എന്ന് പറയുന്നു. ദുഷ്ടമനുഷ്യർ നടന്നിരിക്കുന്ന പുരാതന മാർഗം നീ പ്രമാണിക്കുമോ? കാലം തികയും മുമ്പേ അവർ പിടിപ്പെട്ടുപോയി. അവരുടെ അടിസ്ഥാനം നദി പോലെ ഒഴുകിപ്പോയി. അവർ ദൈവത്തോട്, ഞങ്ങളെ വിട്ടുപോക,
സർവശക്തൻ ഞങ്ങളോട് എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അവനോ അവരുടെ വീടുകളെ നന്മ കൊണ്ട് നിറച്ചു. ദുഷ്ടന്മാരുടെ ആലോചന എന്നോട് അകന്നിരിക്കുന്നു. നീതിമാന്മാർ കണ്ട് സന്തോഷിക്കുന്നു. കുറ്റമില്ലാത്തവൻ അവരെ പരിഹസിച്ചു. ഞങ്ങളുടെ എതിരാളികൾ മുടിഞ്ഞുപോയി. അവരുടെ ശേഷിപ്പ് തീക്കിരയായി എന്ന് പറയുന്നു. നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. അവന്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക. അവന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. സർവശക്തനിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനിടയിലും ഇട്ടുകളക. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളവും ആയിരിക്കും. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും. ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ നിന്റെ നേർച്ചകളെ കഴിക്കും. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും. താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും. നിർദോഷിയല്ലാത്തവനെ പോലും അവൻ വിടുവിക്കും. നിന്റെ കൈകളുടെ വിടുപ്പിനാൽ അവൻ വിടുവിക്കപ്പെടും. യോബിന്റെ പുസ്തകം 23-ാം അധ്യായം. അതിന് യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ഇന്നും എന്റെ സങ്കടം കൊടിയതാകുന്നു. അവന്റെ കൈ എന്റെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു. അവൻ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അവന്റെ ന്യായാസനത്തിങ്കൽ ഞാൻ ചൊല്ലുമായിരുന്നു. ഞാൻ അവന്റെ മുമ്പിൽ എന്റെ ന്യായം വിവരിക്കുമായിരുന്നു. ന്യായവാദം കോരിച്ചൊറിയുമായിരുന്നു. അവന്റെ ഉത്തരം അറിയാമായിരുന്നു. അവൻ എന്തു പറയുമെന്നും ഗ്രഹിക്കാമായിരുന്നു. അവൻ ബലാധിക്യത്തോടെ എന്നോട് വ്യവഹരിക്കുമോ? ഇല്ല. അവൻ എന്നെ ആദരിക്കുകയുള്ളൂ. അവിടെ നേരുള്ളവർ അവനോട് വാദിക്കുമായിരുന്നു. ഞാൻ സദാകാലത്തേക്കും എന്റെ ന്യായാധിപന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല. പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല. വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അവൻ കാണുകയില്ല. തെക്കോട്ട് അവൻ തിരിഞ്ഞു, അവനെ കാണുന്നില്ലതാനും. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എന്റെ കാലടി അവന്റെ ചുവട് തുടർന്ന് ചെല്ലുന്നു. ഞാൻ വിട്ടുമാറാതെ അവന്റെ വഴി പ്രമാണിക്കുന്നു. ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല. അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. അവനോ അനന്യൻ. അവനെ തടുക്കുന്നത് ആർ? തിരുവുള്ളത്തിന്റെ താല്പര്യം അവൻ അനുഷ്ഠിക്കും. എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള പലതും അവന്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ അവന്റെ സാന്നിധ്യത്തിങ്കൽ ഭ്രമിക്കുന്നു. ഓർത്തു നോക്കുമ്പോൾ ഞാൻ അവനെ ഭയപ്പെടുന്നു. ദൈവം എനിക്ക് ധൈര്യക്ഷയം വരുത്തി. സർവശക്തൻ എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ പരവശനായിരിക്കുന്നത് അന്ധകാര നിമിത്തമല്ല, കൂരിരുട്ട് എന്റെ മുഖത്തെ മൂടുന്നത് കൊണ്ടുമല്ല. യോബിന്റെ പുസ്തകം 24-ാം അധ്യായം. സർവശക്തൻ ശിക്ഷാസമയങ്ങളെ നിയമിക്കാത്തതും അവന്റെ ഭക്തന്മാർ അവന്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതുമെന്ത്? ചിലർ അതിരുകളെ മാറ്റുന്നു. ചിലർ ആട്ടിൻകൂട്ടത്തെ കവർന്നുകൊണ്ടുപോയി മേയിക്കുന്നു. ചിലർ അനാഥന്മാരുടെ കഴുതയെ കൊണ്ടുപോയി കളയുന്നു. ചിലർ വിധവയുടെ കാളകളെ പണയം വാങ്ങുന്നു. ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു. ദേശത്തെ എളിയവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു. അവർ മരുഭൂമിയിലെ കാട്ടുകഴുതകളെ പോലെ ഇര തേടി വേലയ്ക്ക് പുറപ്പെടുന്നു. ശൂന്യപ്രദേശം മക്കൾക്കു വേണ്ടി അവർക്ക് ആഹാരം. അവർ വയലിൽ അന്യന്റെ പയറ് പെറുക്കുന്നു. ദുഷ്ടന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലാ പെറുക്കുന്നു. അവർ വസ്ത്രമില്ലാതെ നഗ്നരായി രാത്രി കഴിച്ചുകൂടുന്നു. കുളിരിൽ അവർക്ക് പുതപ്പില്ല. അവർ മലകളിൽ മഴ നനയിക്കുന്നു. മറവിടം ഇല്ലായികയാൽ അവർ പാറയെ ആശ്രയിക്കുന്നു. ചിലർ മുല കുടിക്കുന്ന അനാഥ കുട്ടികളെ അപഹരിക്കുന്നു. ചിലർ ദരിദ്രനോട് പണയം വാങ്ങുന്നു. അവർ വസ്ത്രം കൂടാതെ നഗ്നരായി നടക്കുന്നു. പട്ടിണി കിടന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു. അന്യരുടെ മതിലുകൾക്കകത്ത് അവർ ചക്കാട്ടുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുകയും ദാഹിച്ചിരിക്കുകയും ചെയ്യുന്നു. പട്ടണത്തിൽ ആളുകൾ ഞരങ്ങുന്നു. പട്ടുപോയവരുടെ പ്രാണൻ നിലവിളിക്കുന്നു. ദൈവത്തിനോ അതിൽ നീരസം തോന്നുന്നില്ല. ഇവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു. അതിന്റെ വഴികളെ അറിയുന്നതുമില്ല. അതിന്റെ പാതകളിൽ നടക്കുന്നതുമില്ല. കൊലപാതകൻ രാവിലെ എഴുന്നേൽക്കുന്നു. ദരിദ്രനെയും എളിയവനെയും കൊല്ലുന്നു. രാത്രിയിൽ കള്ളനായി നടക്കുന്നു. വ്യഭിചാരിയുടെ കണ്ണ് അസ്തമാനം കാത്തിരിക്കുന്നു. അവൻ മുഖം മറച്ച് നടന്ന് ഒരു കണ്ണും എന്നെ കാണുകയില്ല എന്ന് പറയുന്നു. ചിലർ ഇരുട്ടത്ത് വീട് നുരന്നു കയറുന്നു. പകൽ അവർ വാതിലടച്ചു പാർക്കുന്നു. വെളിച്ചത്ത് ഇറങ്ങുന്നതുമില്ല. പ്രഭാതം അവർക്കൊക്കെയും അന്ധതമസ്സു തന്നെ. അന്ധതമസ്സിന്റെ ഘോരത്വങ്ങൾ അവർക്ക് പരിചയമുണ്ടല്ലോ. വെള്ളത്തിന്മേൽ അവർ വേഗത്തിൽ പോയി പോകുന്നു. അവരുടെ ഓഹരി ഭൂമിയിൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളുടെ വഴിക്ക് അവർ തിരിയുന്നില്ല. ഹിമജലം വരൾച്ചയ്ക്കും ഉഷ്ണത്തിനും പാപം ചെയ്തവൻ പാതാളത്തിനും ഇരയാകുന്നു. ഗർഭപാത്രം അവനെ മറന്നുകളയും. കൃമി അവനെ തിന്ന് രസിക്കും.
പിന്നെ ആരും അവനെ ഓർക്കയില്ല. നീതികേട് ഒരു വൃക്ഷം പോലെ തകർന്നു പോകും. പ്രസവിക്കാത്ത മച്ചിയെ അവൻ വിഴുങ്ങിക്കളയുന്നു. വിധവയ്ക്ക് നന്മ ചെയ്യുന്നതുമില്ല. അവൻ തന്റെ ശക്തിയാൽ നിഷ്കണ്ഠന്മാരെ നിലനിൽക്കുമാറാക്കുന്നു. ജീവനെക്കുറിച്ച് നിരാശപ്പെട്ടിരിക്കെ അവർ എഴുന്നേൽക്കുന്നു. അവൻ അവർക്ക് നിർഭയവാസം നൽകുന്നു. അവർ ഉറച്ചു നിൽക്കുന്നു. എങ്കിലും അവന്റെ ദൃഷ്ടി അവരുടെ വഴികളിന്മേൽ ഉണ്ട്. അവർ ഉയർന്നിരിക്കുന്നു, കുറെ കഴിഞ്ഞിട്ടോ അവർ ഇല്ല. അവരെ താഴ്ത്തി മറ്റെല്ലാവരെയും പോലെയും നീക്കിക്കളയുന്നു. കതിരുകളുടെ തല പോലെ അവരെ അറുക്കുന്നു. ഇങ്ങനെയല്ലെങ്കിൽ എന്നെ കള്ളനാക്കുകയും എന്റെ വാക്ക് ഗണ്ണിക്കുകയും ചെയ്യുന്നവൻ ആർ? യോബിന്റെ പുസ്തകം 25-ാം അധ്യായം. അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ആധിപത്യവും ഭയങ്കരത്വവും അവന്റെ പക്കലുണ്ട്. തന്റെ ഉന്നത സ്ഥലങ്ങളിൽ അവൻ സമാധാനം പാലിക്കുന്നു. അവന്റെ സൈന്യങ്ങൾക്ക് സംഖ്യയുണ്ടോ? അവന്റെ പ്രകാശം ആർക്ക് ഉദിക്കാതെയിരിക്കുന്നു? മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ. നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളവയല്ല. പിന്നെ പുഴുവായിരിക്കുന്ന മർത്യനും കൃമിയായിരിക്കുന്ന മനുഷ്യനും എങ്ങനെ?